Dear students, in this video we'll be discussing a new topic which is interpretation and research reporting. So before getting into the interpretation part, we have to discuss the analysis. It's a new topic for you. You will be already familiar with this topic in your degree period because you guys have already done your degree projects, research projects, and you know that it can be considered as the almost the last stage of a research report. Now also we have discussed different stages of research, starting with defining a problem, then selecting a sampling method, then later മൂവിങ് ഓൺ ടു ഡാറ്റ കളക്ഷൻ. ഇത്രയൊക്കെ നമുക്ക് ഫെമിലിയർ ആണ്. ഈ ഡാറ്റ കളക്ഷന് ശേഷം നമ്മൾ പോകുന്നൊരു സ്റ്റേജാണ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ബോത്ത് ആർ ആക്ച്വലി ഡിഫറെൻറ്റ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു നോ വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് അനാലിസിസ്. ഒരു ഡാറ്റ നമ്മളുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള കളക്റ്റഡ് ഡാറ്റയെ നമ്മൾ വളരെ തറോ ആയിട്ട് എക്സാമിൻ ചെയ്യുന്നു, ക്രിട്ടിക്കലായിട്ട് എക്സാമിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ അനാലിസിസ് എന്ന് പറയാം. പക്ഷേ ഈ ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ചെയ്യാൻ വേണ്ടി യു ഹാവ് ടു യൂസ് സർട്ടൻ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്. എങ്കിൽ മാത്രമേ നമുക്കത് അനാലിസിസ് ആണെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ബൈ യൂസിങ് സർട്ടൻ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ദ റിസർച്ചർ ഇസ് ആക്ച്വലി എയിമിങ് ടു ഐഡൻറ്റിഫൈ റിലേഷൻഷിപ്സ് ഫ്രം ദി ഡാറ്റ. നിങ്ങൾ കളക്ട് ചെയ്ത ഡാറ്റയുടെ അകത്ത് നിന്ന് ആ ഡാറ്റയുടെ ഉള്ളിലുള്ള റിലേഷൻഷിപ്പുകൾ കണ്ടുപിടിക്കുക, ഡാറ്റയുടെ പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യുക, ഡാറ്റയ്ക്കകത്തുള്ള ട്രെൻഡുകൾ. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു പീരീഡ് ഓഫ് ടൈമിലുള്ള ഡാറ്റയാണ് കളക്ട് ചെയ്തതെങ്കിൽ അതിൻ്റെ ട്രെൻഡുകൾ കണ്ടുപിടിക്കുക. എന്തിനു വേണ്ടി ഇതെല്ലാം കണ്ടുപിടിക്കുന്നത്? എക്സാക്ട്ലി ടു ഡ്രോ കൺക്ലൂഷൻസ്. നിങ്ങളൊരു നിഗമനത്തിലെത്താൻ വേണ്ടി സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഉപയോഗിച്ച് നിങ്ങളുടെ കയ്യിലുള്ള ഡാറ്റയെ ക്രിട്ടിക്കലായിട്ട് എക്സാമിൻ ചെയ്യുവാണെങ്കിൽ that is what you called analysis. And why doing analysis? Let us move on to the objectives. To summarize large data into small units. നിങ്ങളുടെ കയ്യിലുള്ള ഡാറ്റയെ, വലിയ ഡാറ്റയെ മീനിങ് ആയിട്ടുള്ള ചെറിയ പീസുകളാക്കി മാറ്റാൻ വേണ്ടി അനലൈസ് ചെയ്യുന്നു. നിങ്ങളുടെ ഡാറ്റയ്ക്കകത്ത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പുകൾ മനസ്സിലാക്കാൻ നിങ്ങൾ അനലൈസ് ചെയ്യുന്നു. നിങ്ങളുടെ ഡാറ്റയ്ക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കാൻ, അതായത് കുറച്ചും കൂടി വ്യക്തമായിട്ട് അതിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യുന്നു. ദെൻ നിങ്ങളുടെ ഡാറ്റയിൽ നിന്നും ഇൻഫറൻസുകൾ, ദാറ്റ് മീൻസ് നിഗമനങ്ങൾ കണ്ടുപിടിക്കാൻ, കൺക്ലൂഷൻസിൽ എത്താൻ വേണ്ടി നിങ്ങൾ അനലൈസ് ചെയ്യുന്നു. ആൻഡ് ഫൈനലി നിങ്ങൾ നടത്തിയതൊരു സാമ്പിൾ സർവേ ആണ്, നിങ്ങൾ സെൻസസ് സർവേ നടത്തിയിട്ടില്ല. അപ്പോൾ ഈ സാമ്പിൾ സർവേ നടത്തിയ കണ്ടൻറ്റിനെ നിങ്ങൾ ജനറലൈസ് ചെയ്ത് പറയണമെങ്കിൽ യു ഹാവ് ടു ഡെഫിനറ്റ്ലി ഡു അനാലിസിസ്. സോ വൺസ് നിങ്ങൾ അനാലിസിസ് ചെയ്യുമ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. നിങ്ങളുടെ ഡാറ്റയുടെ ടൈപ്പ് എന്താണ്? കാരണം പ്രൈമറി ഡാറ്റയ്ക്കും സെക്കൻഡറി ഡാറ്റയ്ക്കും ഒക്കെ പലതരത്തിലുള്ള അനാലിസിസുകളാണ് ഉപയോഗിക്കുന്നത്. ഇനി ഡാറ്റയുടെ അകത്ത് തന്നെ പ്രൈമറി ആണെങ്കിലും സെക്കൻഡറി ആണെങ്കിലും അതിൻ്റെ ഉള്ളിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ സെറ്റുകൾ കാണും. ഇപ്പോൾ നമ്പേഴ്സ് ഉള്ള ഡാറ്റാസ് ഉണ്ടാവും, അതായത് ന്യൂമറിക്കലായിട്ടുള്ള ഡാറ്റാസ് ഉണ്ടാവും. ചിലപ്പോൾ ചില ഇക്വേഷൻസിൻ്റെ ഫോമാറ്റിലായിരിക്കും, ചിലപ്പോൾ പിക്ചേഴ്സിൻ്റെ രൂപത്തിലായിരിക്കും ഡാറ്റ ഉണ്ടാവുക, ടേബിൾസ് ആയിരിക്കും. സോ ഓരോ ടൈപ്പ് ഓഫ് ഡാറ്റയ്ക്കും അനാലിസിസ് മെത്തേഡ്സിൽ ഡിഫറൻസ് ഉണ്ടാകും. സോ അത് നിങ്ങൾ കൺസിഡർ ചെയ്യണം. ഇനി നിങ്ങളുടെ റിസർച്ചിൻ്റെ ഡിസൈൻ കൺസിഡർ ചെയ്യണം. ബിക്കോസ് ഓരോ ഡിസൈനിനും ഡിഫറെൻറ്റ് അനാലിസിസ് മെത്തേഡുകളായിരിക്കും സ്യൂട്ടബിൾ ആവുന്നത്. അതേപോലെ തന്നെ റിസർച്ചറിൻ്റെ ക്വാളിഫിക്കേഷൻ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ നോളജുള്ള ആളാണോ റിസർച്ചർ, സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഉപയോഗിക്കാൻ ഇദ്ദേഹത്തിന് അറിയാമോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് മാത്രമേ അനാലിസിസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതായത് സപ്പോസ് നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ നോളജ് ഇല്ല എങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകൾ ഉപയോഗിക്കുമ്പോൾ അനാലിസിസ് പ്രോസസ്സുകളിൽ എറർ വരാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ സോഫ്റ്റ്വെയറുകളുടെ സഹായങ്ങൾ തേടേണ്ടി വരും, സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷനെയും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം റിസർച്ചർ, അല്ലെങ്കിൽ റിസർച്ചറുടെ ക്വാളിഫിക്കേഷനും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം ഡാറ്റ അനലൈസ് ചെയ്യാൻ. ആൻഡ് ഫൈനലി there are different assumptions for different statistical tools. ഓരോ ടൂളുകൾക്കും അസംഷൻസ് ഉണ്ടാകും. ഇപ്പം നമ്മൾ എക്കണോമിക്സിലൊക്കെ നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് പഠിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ലോ ഓഫ് ഡിമാൻഡിന് ഒത്തിരി അസംഷൻസ് ഉണ്ട്. ഇപ്പം ദ ഇൻകം ലെവൽസ് വിൽ ബി സെയിം, അല്ലെങ്കിൽ ആളുകളുടെ കൺസ്യൂമേഴ്സിൻ്റെ പ്രിഫറൻസുകൾ ചേഞ്ച് ചെയ്യില്ല, ഇറ്റ് വിൽ റിമെയിൻ സെയിം. അങ്ങനെ കുറേ അസംഷൻസിലാണ് ലോ ഓഫ് ഡിമാൻഡ് വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഓരോ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസിനും അസംഷൻസ് ഉണ്ടാവും. സോ കൺസിഡർ ദി അസംഷൻസ് ബിഫോർ യൂസിങ് ദി സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്. സോ ഈ 4 കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് മാത്രമേ
നിങ്ങൾ അനാലിസിസിന് പോകാനായിട്ട് പാടുള്ളൂ. ഇനി അനാലിസിസ് പാർട്ട് കഴിഞ്ഞു. ഇമാജിൻ ദാറ്റ് യു ഹാവ് ഡൺ അനാലിസിസ് ഓൺ ദി കളക്റ്റഡ് ഡാറ്റ. ഇനി അനലൈസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ് പറഞ്ഞത്? നമ്മൾ ഒത്തിരി ഒബ്ജക്റ്റീവ്സ് കുറച്ച് മുന്നേ പറഞ്ഞു. അതിനകത്തൊരു ഒബ്ജക്റ്റീവ് ആയിരുന്നു ടു ഡ്രോ കൺക്ലൂഷൻസ്, അല്ലെങ്കിൽ ഇൻഫറൻസുകൾ കണ്ടെത്താൻ വേണ്ടിയാണ് നിങ്ങൾ അനലൈസ് ചെയ്തത്. അപ്പോൾ നമ്മളുടെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? to make interpretations. So you have to know what is interpretation or what is interpreting. The process of drawing conclusions from the analyzed data. കളക്ട് ചെയ്ത് അനലൈസ് ചെയ്ത ഡാറ്റയിൽ നിന്നും കൺക്ലൂഷനെ കണ്ടെത്തുന്നതിനെയാണ് നമ്മൾ ഇൻ്റർപ്രറ്റിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്? എന്തിനാണ് നമ്മൾ ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യുന്നത്? റിസർച്ച് ഫൈൻഡിങ്സിൻ്റെ മീനിങ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി. നിങ്ങൾ എന്താണ് കണ്ടെത്തിയതെന്ന് മീനിങ് ഫുൾ ആയിട്ട് പറയണമെങ്കിൽ അത് ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യണം. നിങ്ങളുടെ റിസർച്ച് ഫൈൻഡിങ്സിൻ്റെ പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യണം. അതുവഴി പുതിയ എക്സ്പ്ലനേഷൻസ് കൊടുക്കാൻ നിങ്ങൾ ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യണം. നിങ്ങൾ ഡിഗ്രി കാലഘട്ടങ്ങളിൽ പ്രൊജക്റ്റ് ചെയ്തത് ഓർക്കുന്നുണ്ടാകും. അവിടെ നിങ്ങൾ ഓരോ ക്വസ്റ്റിനും അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ താഴെ ഒരു പാരഗ്രാഫ് എഴുതാറുണ്ട്, ഇൻ്റർപ്രിട്ടേഷൻ. സോ അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങൾ തന്നെ ഒന്നും കൂടെ മീനിങ് ഫുള്ളായിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെയാണ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. മൂവിങ് ഓൺ ടു ദ പ്രോസസ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യാൻ വേണ്ടി യു ഹാവ് ടു ഫോളോ സർട്ടൻ സ്റ്റെപ്സ്. അതിലാദ്യം ചെയ്യേണ്ട കാര്യം, യു ഹാവ് ടു പ്രൊവൈഡ് എക്സ്പ്ലനേഷൻസ് ടു ഈച്ച് ഓഫ് ദ ഫൈൻഡിങ്സ്. ഈ എക്സ്പ്ലനേഷൻ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ദർ ആർ സം അഡീഷണൽ ഇൻഫർമേഷൻസ് റിക്വയർഡ്. ഇത് കുറച്ചും കൂടി ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടി കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻസും കൂടെ വേണം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ വായിച്ച ഒരു ലിറ്ററേച്ചറിൽ നിന്നുള്ളൊരു പോയിൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കണ്ട ഒരു ന്യൂസ് പേപ്പർ ആർട്ടിക്കിളിൽ ഉള്ളൊരു കാര്യമായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും സപ്പോർട്ടുകൾ കൊടുക്കണം, സപ്പോർട്ടറി എവിഡൻസുകൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കളക്ട് ചെയ്ത് ഇതിനൊപ്പം ആഡ് ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് ഇൻ്റർപ്രറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും എറേഴ്സ് അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻസ് ഉണ്ടായാൽ ആ സമയം നിങ്ങൾ എക്സ്പേർട്സിനെ കൺസൾട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇൻ്റർപ്രിട്ടേഷൻ ദ റിസർച്ചർ ഹാസ് ടു മേക്ക് ഷുവർ ദാറ്റ് the researcher has considered all the influencing factors. ഇൻ്റർപ്രറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്യണം. എൻ്റെ ഇൻ്റർപ്രിട്ടേഷനെ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ ഫാക്ടേഴ്സും ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ആൻഡ് അവസാനത്തേത് ഒരു സ്റ്റെപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ അതൊരു കരുതലായിട്ട് പറയേണ്ടി വരും. റിസർച്ചേഴ്സ് ഷുഡ് നോട്ട് ബി ഇൻ എ ഹറി വൈൽ ഡൂയിങ് ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യുന്ന സമയത്ത് വളരെ സ്ലോലി തറോ ആയിട്ട് എല്ലാം വെരിഫൈ ചെയ്ത് വേണം റിസർച്ചേഴ്സ് ആ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. സോ ഈ പ്രോസസ്സുകൾ ചെയ്യുമ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പ് ആയതുകൊണ്ട് തന്നെ റിസർച്ചേഴ്സ് മുൻകൂട്ടി ചെയ്യേണ്ട കുറച്ച് പ്രിക്കോഷൻസ് ഉണ്ട്. അതിൽ ഒന്ന്, ഹി ഹാസ് ടു എൻഷുർ ദാറ്റ് ഈ കളക്റ്റഡ് ഡാറ്റ ഇസ് ആക്യുറേറ്റ്, കളക്റ്റഡ് ഡാറ്റ ഈസ് റെലവൻറ്റ് ഫോർ ദ സ്റ്റഡി, ദ കളക്റ്റഡ് ഡാറ്റ ഈസ് കൺസിസ്റ്റൻറ്റ്. ഒരേപോലത്തെ, അതായത് ഒരു സിമിലാരിറ്റി, നിങ്ങളുടെ ഇപ്പോൾ ഒരു സാമ്പിളിൽ നിന്ന് എടുക്കേണ്ട ഡാറ്റ ആണെങ്കിൽ ആ സാമ്പിളിൽ നിന്ന് തന്നെ വേണം എടുക്കാൻ. അതിൽ ഒരെണ്ണം പോലും അതിൽ നിന്നും മാറിപ്പോവാനായിട്ട് പാടില്ല. അതുപോലെ the researcher has to ensure statistical methods are correctly used. പ്രോപ്പറായിട്ടുള്ള മെത്തേഡാണ് ഉപയോഗിച്ചതെന്ന് ഉറപ്പുവരുത്തുക. ദെൻ എറേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ട് കരുതലുകൾ എടുക്കണം. അതേപോലെ നിലവിലുള്ള സിറ്റുവേഷനെയും ഇതിന് മുൻപുണ്ടായിരുന്ന സിറ്റുവേഷൻസിനെയും കൺസിഡർ ചെയ്യണം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ റിസർച്ചിൻ്റെ ഡാറ്റ നിങ്ങൾ കളക്ട് ചെയ്തത് സപ്പോസ് ജാനുവരിയിലാണെന്ന് വിചാരിക്കുക. പക്ഷേ നിങ്ങൾ 2 മാസം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ അനാലിസിസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അതിപ്പോൾ പറയാൻ പറ്റില്ല. നിങ്ങളൊരു സോഫ്റ്റ്വെയർ പഠിക്കാൻ നിങ്ങൾക്ക് കുറച്ച് സമയമെടുത്തു, നിങ്ങളത് ചെയ്ത് പൈലറ്റ് സ്റ്റഡി നടത്തി കഴിഞ്ഞപ്പോൾ കുറച്ച് സമയമെടുത്തു. അപ്പോൾ അതിനിടയിൽ ഒരു 2 മാസത്തെ സമയം വന്നു എന്ന് വിചാരിക്കുക. ചില സിറ്റുവേഷൻസിൽ സാഹചര്യങ്ങൾ പെട്ടെന്ന് മാറാം. ഇപ്പോൾ നിങ്ങളൊരു ഒരു ബിസിനസ്സിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കഴിഞ്ഞ മാസം ഒരു ബിസിനസ്സിൽ ഭയങ്കര ഒരു ക്രൈസിസ് വന്നു. ഇപ്പോൾ ഒരു കോവിഡ് പോലത്തെയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ക്രൈസിസ് വന്നു എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന സമയത്ത് ആഫ്റ്റർ 2 months ദ സിറ്റുവേഷൻ റിലേറ്റഡ് ടു യുവർ സ്റ്റഡി ഓർ ദി എൻവയറമെൻറ്റ് റിലേറ്റഡ് ടു യുവർ സ്റ്റഡി ഹാസ് ബീൻ ചേഞ്ച്ഡ്. അങ്ങനെ വന്നാൽ നിങ്ങൾ ഈ മാറിയ സാഹചര്യത്തിൽ പഴയ ഇൻ്റർപ്രിട്ടേഷൻ കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ റിസൾട്ടിനെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാണ്ട് വരും. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ കറൻറ്റ് സിറ്റുവേഷനെയും പ്രീവിയസ് സിറ്റുവേഷനെയും പാസ്റ്റിനെയും നിങ്ങൾ കൺസിഡർ ചെയ്യണം. ആൻഡ് ദ ലാസ്റ്റ് പോയിൻറ്റ്, ദ ലാസ്റ്റ് പ്രിക്കോഷൻ ഇസ് മേക്ക് ഷുവർ റിസർച്ച് തുടങ്ങിയ സമയത്ത്
ഉള്ള ആളുകൾ തന്നെ റിസർച്ചിൻ്റെ അവസാനവും ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യുക. അതായത് ആരൊക്കെയോ റിസർച്ച് സ്റ്റാർട്ട് ചെയ്തു, മറ്റാരൊക്കെയോ ആണ് ഇത് അവസാനം ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒത്തിരി മിസ്മാച്ചസ് വരാനുള്ള സാധ്യതകളുണ്ട്. കാരണം തുടങ്ങിയ ആളുകളുടെ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കണം എന്നില്ല ഇത് അവസാനിപ്പിക്കുമ്പോൾ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന ഒരാളുടെ കാഴ്ചപ്പാടുകൾ തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരേ ആളുകൾ തന്നെ ബിഗിൻ ചെയ്യുകയും ഇൻ്റർപ്രിറ്റ് ചെയ്യാനും ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഇനി എത്രയൊക്കെ പ്രിക്കോഷൻസ് എടുത്താലും റിസർച്ചിൽ ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യുന്ന സമയത്ത് രണ്ട് രീതിയിലുള്ള എറേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഒന്ന്, എറേഴ്സ് ഡ്യൂ ടു ഫോൾസ് ജനറലൈസേഷൻ, ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് എറേഴ്സ് ഡ്യൂ ടു റോങ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് എന്നുള്ളതാണ്. ഇതിൽ ആദ്യത്തത് ഒന്നുമില്ല, കുറച്ച് ഒരു 3-4 സിറ്റുവേഷൻസിലാണ് ഈ ആദ്യത്തെ എറർ വരുന്നത്. ഒന്ന്, നിങ്ങളെടുത്ത ഡാറ്റാസിൽ കമ്പാരിസൺ ഉണ്ടെന്ന് കരുതുക. നിങ്ങളുടെ സ്റ്റഡിയിൽ ഒരു കമ്പാരിസൺ സ്റ്റഡി ആണെങ്കിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒരേ ഈക്വൽ ബേസ് ഉള്ള ഡാറ്റ വെച്ചിട്ടല്ല നിങ്ങൾ കമ്പയർ ചെയ്തതെങ്കിൽ ഈ പറയുന്ന എറർ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2 കമ്പനീസിൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസ് അനലൈസ് ചെയ്യുകയാണ്. അതിൽ കമ്പനി എയുടെ ലാസ്റ്റ് 3 ഇയേഴ്സിൻ്റെ ഡാറ്റ എടുത്തു, കമ്പനി ബിയുടെ ലാസ്റ്റ് 5 ഇയേഴ്സിലെ ഡാറ്റയാണ് എടുക്കുന്നതെങ്കിൽ ദ ഡാറ്റ ബേസ് ഇസ് ഡിഫറെൻറ്റ്. ഒരെണ്ണം 3 ഇയേഴ്സും ഒരെണ്ണം 5 ഇയേഴ്സും. അത് പോസിബിൾ അല്ല. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന എറർ വരാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമതൊരു സിറ്റുവേഷൻ, നിങ്ങൾ കളക്ട് ചെയ്ത ഡാറ്റ നിങ്ങളുടെ പ്രോബ്ലവുമായി റെലവൻ്റ് അല്ലാത്ത ഡാറ്റയാണ്. അതായത് റിസർച്ചർ ഹാസ് യൂസ്ഡ് ഇറലവൻറ്റ് ഡാറ്റ. അങ്ങനെയാണെങ്കിലും ഈ പറയുന്ന ഫോൾസ് ജനറലൈസേഷൻ എന്ന് പറയുന്നൊരു മിസ്റ്റേക്ക് വരാം. ഇനി നിങ്ങൾ ഡാറ്റ കളക്ട് ചെയ്തു, നല്ല ഡാറ്റയാണ് കളക്ട് ചെയ്തത്, പക്ഷേ കൺക്ലൂഷൻ ഡ്രോ ചെയ്തപ്പോൾ തെറ്റിപ്പോയി, ഇൻകറക്റ്റ് ആയിട്ടുള്ള കൺക്ലൂഷൻസ് എടുത്താലും നിങ്ങൾക്ക് ഈ ഫോൾസ് ജനറലൈസേഷൻ എന്ന് പറയുന്ന എറർ വരാം. ആൻഡ് ലാസ്റ്റ് വൺ, ഇഫ് ദ റിസർച്ചർ ഹാസ് യൂസ്ഡ് ഇംപ്രോപ്പർ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഫോർ അനാലിസിസ്. പ്രോപ്പർ അല്ലാത്ത മെത്തേഡ് ഉപയോഗിച്ച് അനലൈസ് ചെയ്താലും ഈ പറയുന്ന എറർ വരാം. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് എറർ എന്ന് പറയുന്നത് അത് കുറച്ച് കോമൺ ആയിട്ടുള്ള, അതായത് പല സിറ്റുവേഷൻ എന്ന് പറയാൻ പറ്റില്ല, നിങ്ങൾ ഉപയോഗിച്ച സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറുകളിൽ ആ മെഷർ ഉപയോഗിച്ചപ്പോൾ തെറ്റിപ്പോയി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോറിലേഷൻ, കോഎഫിഷ്യൻറ്റ്, ആവറേജുകൾ കണ്ടുപിടിക്കുക, പേഴ്സൻറ്റേജുകൾ, ഇതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസാണ്. ഇപ്പോൾ പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കുമ്പോൾ പേഴ്സൻറ്റേജിൻ്റെ കറക്റ്റായിട്ടുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യണം, ആവറേജ് കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യണം, കോറിലേഷൻ കണ്ടുപിടിക്കുന്ന അതിൻ്റേതായിട്ടുള്ള രീതിയും റൂൾസും ഉണ്ട്. സോ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ഉപയോഗിച്ചപ്പോൾ എറർ വന്നതാണെങ്കിൽ, തെറ്റുപറ്റിയതാണെങ്കിൽ ആ എററിനെ വിളിക്കുന്ന പേര് എറേഴ്സ് ഡ്യൂ ടു റോങ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ എന്നാണ്. ഓക്കെ, സോ ദീസ് ആർ ഓൾ അബൌട്ട് ഇൻ്റർപ്രിട്ടേഷൻ. ഇനി മൂവിങ് ഓൺ ടു എ ഡിഫറെൻറ്റ് ടോപ്പിക്. ഇത് ശരിക്കും ഇൻ്റർപ്രിട്ടേഷനും അനാലിസിസിനും ഒക്കെ മുമ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇത് ഇറ്റ്സ് നോട്ട് കമ്പൽസറി, ബട്ട് സ്റ്റിൽ എല്ലാ റിസർച്ചുകളിലും, ഒട്ടുമിക്ക റിസർച്ചുകളിലും ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ക്ലാസിഫിക്കേഷൻ. ആ ഒരു പോയിന്റ് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുന്നു. എന്തിനാണ് നമ്മൾ ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ്, വാട്ട് ഡു യു മീൻ ബൈ ക്ലാസിഫിക്കേഷൻ? സിംപ്ലി പറഞ്ഞാൽ ഒരേപോലത്തെ ആളുകളെ ഒറ്റ കാറ്റഗറിയിലാക്കി മാറ്റുകയാണ്, അല്ലേ? അപ്പോൾ ഡാറ്റ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻറ്റ് ഓഫ് റോ ഡാറ്റ, അതായത് പ്രോസസ്സ് ചെയ്യാത്ത ഡാറ്റയാണ്, അതിനെ നമ്മൾ ഗ്രൂപ്പുകളാക്കി ഡിവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരേപോലത്തെ സിമിലാരിറ്റീസ് ഉള്ള ഡാറ്റേനെ നമ്മൾ ഓരോ ഗ്രൂപ്പുകളിലാക്കി മാറ്റുന്നതിനെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്? വലിയ ഡാറ്റയെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ക്ലാസിഫിക്കേഷൻ ചെയ്യാം. അതേപോലെ നമുക്ക് കമ്പാരിസൺ നടത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അനാലിസിസും ഇൻ്റർപ്രിട്ടേഷനും കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ക്ലാസിഫിക്കേഷൻ, ആൻഡ് ദ ക്ലാസിഫിക്കേഷൻ വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു സേവ് യുവർ ടൈം ആൻഡ് എഫേർട്ട്. ആൻഡ് ഓൾസോ ഡിസിഷൻ മേക്കിംഗ് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ഈ വലിയ ഡാറ്റേനെ കുഞ്ഞാക്കി ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. സോ ജസ്റ്റ് കീപ്പ് ഇൻ മൈൻഡ്, ക്ലാസിഫിക്കേഷൻ ഇസ് ഓൾസോ helpful method while doing data analysis and interpretation.